അല്ല കൈസേ, പലരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നൊരു സംഗതിയാണ് 30 വയസ്സ് കഴിഞ്ഞെന്തോ അമ്മാവന്മാരായി എന്നുള്ളൊരു സംഗതിയൊക്കെ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ശരിക്കും ജീവിച്ച് തുടങ്ങുന്നത് എന്നൊരു സംഗതി. ജീവിച്ച് തുടങ്ങുന്നത് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് പലപ്പോഴും ഒരു വെളിപാട് തിരിച്ചറിവുണ്ടാകുന്നത് 30 വയസ്സിന് ശേഷമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് എൻ്റെ ലൈഫിലെങ്കിലും. 30 വയസ്സ് വരെ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയുള്ളൊരു കാര്യം, നമ്മുടെ കരിയർ മേഖല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, നമ്മുടെ പാഷൻസ് ഒക്കെ ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. അതായത് ഇതാണോ 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 പട്ടി പൂരം കാണാൻ പോയ പോലെ. പിന്നെ ഒരു 30 ആയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, ഇതെന്താണ് എൻ്റെ വൈബിന് വേണ്ട സംഗതി, എന്താണ് എന്താണ് എനിക്ക് അതായത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ലൈഫ് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ എനർജി എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരണ കിട്ടിയത് എനിക്കൊരു 30 വയസ്സൊക്കെ ആയപ്പോഴാണ്. ഇനി കറക്റ്റ് 30ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ദിവസം അങ്ങനെയല്ല പറഞ്ഞു തരണത്. നമുക്കൊരു ക്ലാരിറ്റി വരും. നമ്മൾ കാണിച്ച അബദ്ധങ്ങൾ, എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്താണ് സംഗതി, അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, നമ്മുടെ പ്ലസ് പോയിൻ്റ് ഏതാ, വീക്ക്നെസ് ഏതാ, നമ്മുടെ അതുപോലെ പല ആളുകൾക്കും അവരുടെ എനർജിയൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് എവിടെ കൊടുക്കണം എന്നുള്ളതൊക്കെ ധാരണ ഇല്ലാണ്ട് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നമാണ്. അപ്പോൾ എനിക്കൊക്കെ ഒരു സമയത്ത് ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഇത് വെറുതെ കുറേ ഊർജ്ജം കളഞ്ഞിട്ടുള്ള സംഗതിയായിരുന്നു. അപ്പോൾ അവസാനം എന്താ വെച്ചാൽ ഒരു 4 മേഖലകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ മതി, അല്ലെങ്കിൽ ഇത്ര സുഹൃത്തുക്കൾ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ ഒരു സംഗതി. അപ്പോൾ അപ്പോഴേക്കും എന്താ വെച്ചാൽ നമ്മൾ ഈ 20കളിൽ കുറേ പരീക്ഷണങ്ങൾ നടത്തുകയും നമ്മൾ ഇതാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു സാധനം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സംഗതിയില്ല. അതൊക്കെ പലത് അബദ്ധമാണ് നമുക്ക് മനസ്സിലാവും. ഈ എക്സ്പെരിമെൻറ്റേഷനൊക്കെ, പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുള്ള ഒരു ടൈമാണ് 20കൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ ഒരു സംഗതി ഡെവലപ്പ് ചെയ്തെടുക്കുക, ഒരു ഇത് കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വാല്യൂ ആ ഫീൽഡിൽ വരികയും ചെയ്യും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാനും പറ്റും എന്നൊക്കെ ഒരു സംഗതി. അപ്പോൾ ഇഫ് യു ആർ ഇൻ യുവർ 30s നമുക്ക് കുറേ വെളിപാടുകൾ വരുന്ന, കുറച്ചുകൂടിയൊക്കെ ഒന്ന് ലൈഫിൽ ക്ലാരിറ്റി വന്നു തുടങ്ങുന്ന സ്റ്റേജ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ.